من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏറെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു ചെറിയ പെരുന്നാൾ കൂടി ആഘോഷിക്കാൻ അള്ളാഹു നമുക്ക് ആയുസ് നീട്ടിത്തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും നമ്മൾ ചെയ്തതായ ഒട്ടേറെ പുണ്യങ്ങളുണ്ട്. അള്ളാഹു എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഘോഷിക്കാനും ആനന്ദിക്കാനുമായി അള്ളാഹു നൽകിയ രണ്ട് പ്രധാന ആഘോഷങ്ങളാണ് രണ്ട് ഈദുകൾ. ഒന്ന് ഈദുൽ ഫിത്റും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ ഈദുൽ ഫിത്റിലേക്ക്, ചെറിയ പെരുന്നാളിലേക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ നമസ്കാരം കഴിഞ്ഞ് ഒരു ഖുതുബ ശ്രവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും പെരുന്നാൾ ആഘോഷിക്കുക എന്നതോടൊപ്പം ചില തിരിച്ചറിവുകൾ കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ഈദ് മുസല്ലയിലേക്ക് വന്ന് അള്ളാഹുവിനുള്ള തക്ബീറുകൾ ചൊല്ലി നമസ്കാരങ്ങൾ നിർവഹിച്ചുവെങ്കിലും ഒരു പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹത നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കാരണം പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ചില കാര്യങ്ങൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷിക്കാനുള്ളതാണെങ്കിലും ആർക്കാണ് അതിനുള്ള അർഹതയുള്ളത്? പെരുന്നാൾ ആഘോഷിക്കുന്നവന്റെ യോഗ്യത എന്തായിരിക്കണം? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു മനുഷ്യന് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹത ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ വിഷയം, അവൻ അല്ലാഹുവിനോടുള്ള അനുസരണം വർദ്ധിപ്പിച്ചവനാവണം. കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലും അവന്റെ ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ട് ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനായിട്ട്
ചെയ്തിട്ടുണ്ടോ എന്ന് അവൻ പരിശോധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് താബികളിൽപ്പെട്ട ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, ലൈസൽ ഈദു ലിമൻ ലബിസൽ ജദീദ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുക എന്നതല്ല അവന്റെ പെരുന്നാളായിട്ടുള്ളത്. ഇന്നമൽ ഈദ്, ഇന്നമൽ ഈദ്, തീർച്ചയായും ഒരു മനുഷ്യന്റെ ഈദ്, അവന്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ ലിമൻ ത്വാഅതുഹു തസീദ്, ആരാണോ അല്ലാഹുവിനോടുള്ള അനുസരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് അവനാണ് ഈദ് ആഘോഷിക്കാനുള്ള അർഹതയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ വാചകം നമ്മൾ നമ്മോട് ചോദിക്കണം. ഈ റമദാനിന്റെ മുമ്പുള്ള മാസങ്ങളിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് റമദാനിലുള്ള ദിവസങ്ങളെങ്കിൽ റമദാനിൽ ഒരൊറ്റ നന്മ പോലും കൂടുതലായി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നാണെങ്കിൽ ഇല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹത നമ്മൾ നേടിയെടുത്തിട്ടില്ല. മറിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാസക്കാലം അവന് കിട്ടിയിട്ട് അവന്റെ നോമ്പിലും അവന്റെ നമസ്കാരത്തിലും അവന്റെ ഖുർആൻ പാരായണത്തിലും അവന്റെ ദിക്റുകളിലും ദുആകളിലും സ്വലാത്തുകളിലുമെല്ലാം അവൻ കൃത്യമായി വർധനകൾ വരുത്തിക്കൊണ്ട് ധാരാളമായി കൊണ്ട് ചെയ്തുകൊണ്ട് അവൻ ത്വാഅതുഹു യസീദ് എന്ന് പറയുന്ന അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ വർധനവ് വരുത്തുക എന്നത് അവനുണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളുടെ ജീവിതം നമുക്ക് നമ്മുടെ മുന്നിൽ തെളിഞ്ഞ ഒരു വരയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ മുൻഗാമികളുടെ ജീവിതം? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരങ്ങൾ കിട്ടിയപ്പോൾ ആ അവസരങ്ങൾ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഒഴിവാകാൻ ചാൻസുകൾ ഉണ്ടായിരുന്നു, മാറി നിൽക്കാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ അവസരങ്ങൾ കിട്ടിയ സമയത്തെല്ലാം ഉപയോഗപ്പെടുത്തിയെങ്കിൽ മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ സമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായിക്കൊണ്ട് പറഞ്ഞു, ആരെല്ലാം താല്പര്യത്തോടുകൂടി വരുന്നുണ്ടോ അവർക്കെല്ലാം വരാം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹൻദല റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം കഴിഞ്ഞ സുദിനമാണ്. നമ്മൾ ആലോചിച്ചു നോക്കണം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണല്ലോ വിവാഹം എന്ന് പറഞ്ഞാൽ. ആ വിവാഹം കഴിഞ്ഞ ദിവസത്തിൽ ഒരു പുതുമാരനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ചില ഇളവുകൾ കൊടുക്കുന്നുണ്ട്. 10 ദിവസത്തോളം അവന് മാറിയിരിക്കാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ഹൻദല റളിയല്ലാഹു അൻഹു തന്റെ രാത്രി തന്റെ പ്രിയതമയോടൊപ്പം കഴിഞ്ഞ് ആ ഒരു സമയത്ത് അദ്ദേഹം ജനാബത്തുകാരനായ സമയത്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അദ്ദേഹം കേൾക്കുന്നത്. ആർക്കെല്ലാം താല്പര്യമുണ്ടോ അവർക്കിറങ്ങാമോ യുദ്ധത്തിലേക്ക്. മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളോട് യാത്ര പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയ ഭാഗത്തേക്ക് ഹൻദല റളിയല്ലാഹു അൻഹു ഇറങ്ങി. ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ആളുകളുടെ കൂട്ടത്തിൽ ഒന്ന് ഹൻദല റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ മരണ വാർത്ത കേട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഓടി വരുന്ന ഒരു രംഗമുണ്ട്, ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അവര് വന്ന് പറയുകയാണ്, പ്രവാചകരെ, എന്റെ ഭർത്താവ് അവർ വരുന്ന സമയത്ത് അദ്ദേഹം ജനാബത്തുകാരനാണ്. ഈ ഒരു വാക്ക് പറയാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവനെ കുളിപ്പിക്കുന്ന ഒരു രംഗമില്ല. പക്ഷേ അദ്ദേഹമാകട്ടെ ജനാബത്തുകാരനാണെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ സഹോദരിയോട് നിങ്ങൾ സന്തോഷിച്ചുകൊള്ളൂ, അദ്ദേഹത്തെ സ്വർണത്തിന്റെ തളികയിൽ വെള്ളമെടുത്തുകൊണ്ട് മലക്കുകൾ കുളിപ്പിക്കുന്നതായി ഞാൻ കാണുന്നു എന്ന് അള്ളാഹുവിന്റെ ദൂതർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സഹോദരിയെ സമാധാനിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവസരങ്ങൾ കിട്ടുമ്പോൾ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈദ് ആഘോഷിക്കാൻ അർഹത ലഭിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടാവണം. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടാവണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി നാവിൽ തക്ബീർ ധ്വനികളുമായി കൊണ്ട് നമ്മൾ കടന്നു വന്നു. എന്നാൽ നമുക്ക് പറയാൻ കഴിയുമോ, നമ്മുടെ ഈ വസ്ത്രം അടിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് ഇല്ല, കഴിഞ്ഞ വർഷങ്ങളിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എന്തെല്ലാം തെറ്റുകുറ്റങ്ങളുണ്ടോ അതെല്ലാം പൊറുക്കപ്പെട്ടുകൊണ്ട് പൂർണ്ണമായി കൊണ്ട് മാറ്റപ്പെട്ടുകൊണ്ട് എല്ലാം തിരുത്തപ്പെട്ടുകൊണ്ട് ഞാനിതാ ഒരു പുതിയ മനുഷ്യനായിട്ടുണ്ട് എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുമോ? കാരണം എന്റെ റമദാനിനെ സംബന്ധിച്ചിടത്തോളം ആ റമദാനിന്റെ എല്ലാ മേഖലകളും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ളതായിരുന്നു. നോമ്പെന്തിനാണ്? നോമ്പിനെ സംബന്ധിച്ചിടത്തോളം മൻസാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഈമാനൻ വഹ്തിസാബ, വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടുകൂടി നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അള്ളാഹു അവന് പുറത്തു കൊടുക്കുന്നതാണെന്ന് നോമ്പിന്റെ വിഷയത്തിൽ മാത്രമല്ല, തറാവീഹിന്റെ വിഷയത്തിലും ലൈലത്തുൽ ഖദറിന്റെ വിഷയത്തിലും എന്ന് വേണ്ട റമദാനിൽ എന്തെല്ലാം പുണ്യങ്ങൾ ചെയ്യാനുണ്ടോ ആ പുണ്യങ്ങളിലൂടെ എല്ലാം നമുക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്ക
പൊറുക്കപ്പെടാൻ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞോ? മഹാനായ ഹസൻ അൽ ബസരി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ലൈസൽ ഈദു ലിമൻ തജമ്മല ബില്ലിബാസ് വറുകൂബ്. തീർച്ചയായും ഈദ് എന്ന് പറഞ്ഞാൽ ആഡംബര വസ്ത്രങ്ങളും വാഹനങ്ങളിലും ഭംഗി കാണിക്കുക എന്നതല്ല പെരുന്നാൾ. മറിച്ച് ഇന്നമൽ ഈദു ലിമൻ ഗുഫിറത ലഹു ദുനൂബ്. ആർക്കാണ് ഈദെന്നോ, ആരുടെ പാപങ്ങളാണോ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കടച്ചിട്ടുള്ളത്, അവനാണ് ഈദ് ആഘോഷിക്കാനുള്ള അർഹതയുള്ളത്. നമ്മൾ പരിശോധിക്കണം, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടോ? അതല്ല ഇന്നലത്തെ രാത്രിയോടുകൂടി കഴിഞ്ഞ ഓരോ മാസക്കാലം നമ്മൾ നേടിയിട്ടുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും എല്ലാം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങളിലേക്ക്, ആഹ്ലാദങ്ങളിലേക്ക്, ആനന്ദങ്ങളിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. അവിടെയാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലുള്ള ഒരു ഈദ് ദിവസത്തെ കുറിച്ച് മനസ്സിലാക്കിക്കോ. ഒരു പെരുന്നാൾ ദിവസം അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം വന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയായിരുന്നു, ഒന്ന് സന്ദർശനം നടത്താൻ വേണ്ടിയായിരുന്നു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുന്നുണ്ട്. അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അദ്ദേഹത്തിന്റെ കയ്യിലാകട്ടെ ഉണങ്ങിയ ഒരു റൊട്ടിക്കഷ്ണം, അത് വെള്ളത്തിൽ മുക്കിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു കഴിക്കുന്നു. ഏത് ദിവസമാണെന്നറിയുമോ? പെരുന്നാളിന്റെ അന്ന് അലി റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥയാണ്. ആ സമയത്ത് വന്ന മനുഷ്യൻ പറഞ്ഞു, അലി അമീറുൽ മുഅ്മിനീൻ, എന്താണ് നിങ്ങൾ ഇങ്ങനെ? എല്ലാവരും നല്ല നല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഉറങ്ങിയ റൊട്ടിയാണോ നിങ്ങൾ കടിച്ചുകൊണ്ടിരിക്കുന്നത്? ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയേണ്ട ചില വാചകങ്ങൾ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മുടെ നോമ്പ് സ്വീകരിക്കപ്പെടുകയും നമ്മുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുകയും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്തവനാണ് യഥാർത്ഥത്തിൽ ഇന്ന് പെരുന്നാൾ. എനിക്കിന്ന് പെരുന്നാളാണ്, ഇന്നലെയും പെരുന്നാളായിരുന്നു, നാളെയും പെരുന്നാളാണ്, എന്നും പെരുന്നാളാണ്. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വാചകം പ്രിയപ്പെട്ടവരെ നമ്മളോട് ചോദിക്കണം. ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിക്കൊണ്ട്, റബ്ബേ പറ്റിപ്പോയി, എന്റെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചതാണ്, ഞാനതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഓരോ തെറ്റുകുറ്റങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹിനോട് ഏറ്റുചൊല്ലിക്കൊണ്ട് തൗബ ചെയ്യാൻ, ഇസ്തിഗ്ഫാർ നേടാൻ, പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ല എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ആമീൻ പറഞ്ഞ ഒരു രംഗം നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് ചോദിക്കപ്പെട്ടു, അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആമീൻ പറഞ്ഞത്? ആ സമയത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടിയുണ്ട്. ആസാനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ വരികയുണ്ടായി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന നടത്തുകയാണ്. പരിശുദ്ധ റമദാൻ ഒരാൾക്ക് ലഭിച്ചിട്ട്, പരിശുദ്ധ റമദാൻ ഒരാൾക്ക് കിട്ടിയിട്ട് ആ റമദാനിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അവൻ വിദൂരത്തിലാവട്ടെ, അവൻ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ആ വിഭാഗത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാകുമോ? നമ്മൾ സ്വയം പരിശോധിക്കണം. നമുക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു, ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. മൂന്നാമതായി കൊണ്ട് പണ്ഡിതന്മാർ എണ്ണുകയാണ്, ആർക്കാണ് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹതയെന്നോ, എന്തിനാണോ റമദാൻ ലഭിച്ചത്, എന്തിനാണോ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്, ആ തഖ്വ കരസ്ഥമാക്കാൻ, ഭയഭക്തിയുള്ള ജീവിതം കരസ്ഥമാക്കാൻ ആർക്ക് സാധിച്ചോ അവനാണ് പെരുന്നാൾ ആഘോഷിക്കാനുള്ള യോഗ്യതയുള്ളത്, അവനാണ് പെരുന്നാൾ ആഘോഷിക്കാനുള്ള അർഹതയുള്ളത്. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ ഇതാ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഈ വാചകമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
കഴിഞ്ഞ റമദാനിൽ ഒരുപാട് ഖുതുബകളിൽ ക്ലാസുകളിൽ നമ്മൾ കേട്ട ആയത്താണ് ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തത്തഖൂൻ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ തഖ്വ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷേ റമദാനിന്റെ പകലുകളിൽ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. കാഴ്ചകൾ പലതും ഹറാമായതിലേക്ക് കണ്ണുകൾ എത്തുന്ന സമയത്ത് കണ്ണുകൾ മാറ്റിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നാവ് പലതും മറുപടി പറയാൻ സന്നദ്ധമായ സമയത്തും നമ്മൾ മിണ്ടാതിരുന്നിട്ടുണ്ട്. ഇന്നി അനസ്വായിം, ഇന്നി അനസ്വായിം, ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം തഖ്വ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റമദാനിൽ നമ്മൾ നേടിയെടുത്തിട്ടുള്ള നിയന്ത്രണങ്ങൾ അത് തുടർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. ഒരിക്കലും റമദാൻ കഴിഞ്ഞില്ലേ ഇനിയെല്ലാം നമുക്ക് ചെയ്യാം, റമദാൻ അവസാനിച്ചു ഇനിയെല്ലാം പഴയ പോലെ പോകാം എന്നുള്ളതാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓർമ്മപ്പെടുത്താനായി പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വാചകമുണ്ട്. ലാ തകുൻ റമദാനിയുൻ, ലാ തകുൻ റമദാനിയുൻ വലാ തകുൻ ശവ്വാലിയുൻ, ഇന്നമാ കുൻ റബ്ബാനിയുൻ. നീ റമദാനിന്റെ ആളാവണ്ട, നീ ശവ്വാലിന്റെ ആളാവണ്ട, നീ റബ്ബിന്റെ ആളായിക്കോ. കാരണം നിനക്ക് പ്രതിഫലം തരാനുള്ളത് റബ്ബാണ്, നിന്റെ തെറ്റുകൾക്ക് ശിക്ഷ നൽകാനുള്ളത് റബ്ബാണ്, നിന്റെ ജീവിതത്തിൽ സുരക്ഷ നൽകാനുള്ളത് റബ്ബാണ്. അതുകൊണ്ട് ആ റബ്ബിന്റെ ആളായിക്കോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് പണ്ഡിതന്മാർ പലപ്പോഴും റമദാനിന്റെ സുദിനങ്ങളിൽ അല്ല പെരുന്നാളിന്റെ സമയങ്ങളിൽ ആളുകളെ ഓർമ്മപ്പെടുത്താറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ ചില ആളുകൾ അത് അംഗീകരിക്കാൻ സന്നദ്ധമായില്ല. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറയുന്ന ഒരു വാചകമുണ്ട്. മൻ കാന യഅബുദു റമദാൻ, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഇതാ മുഹമ്മദ് മരണപ്പെട്ടിട്ടുണ്ട്. വമൻ കാന യഅബുദുല്ലാഹ്, ആരാണോ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ ആരാധിച്ചിട്ടുള്ളത്, ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, തീർച്ചയായും അല്ലാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഈ വാചകം കടമെടുത്തുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്, മൻ കാന യഅബുദു റമദാൻ ഫഇന്ന റമദാന ഖദ് മളാ. റമദാനിൽ മാത്രമായി നന്മ ചെയ്തവരോടാണ്, റമദാനിൽ മാത്രമായി തഖ്വയുള്ളവരോടാണ്, റമദാനിൽ മാത്രമായി നാവിനെ നിയന്ത്രിച്ചവരോടാണ്, റമദാനിൽ മാത്രമായി കണ്ണിനെ നിയന്ത്രിച്ചവരോടാണ്. ആരെങ്കിലും റമദാനിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ഫഇന്ന റമദാന ഖദ് മളാ, തീർച്ചയായും റമദാൻ ഇതാ കഴിഞ്ഞുപോയി. റമദാൻ കഴിഞ്ഞു, അവസാനിപ്പിച്ചോ, എല്ലാം പഴയ പോലെ തന്നെ, തോന്നിയതുപോലെ ചെയ്തോ, തോന്നിയത് പറഞ്ഞോ, തോന്നിയ രൂപത്തിൽ ജീവിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ മൻ കാന യഅബുദുല്ലാഹ്, നിങ്ങൾ ആരാധിച്ചിരുന്നത് അല്ലാഹുവിനെയാണെങ്കിൽ, റമദാനിനെയല്ല അല്ലാഹുവിനെയാണെങ്കിൽ, ഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതആല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ ഒരിക്കലും മരണമില്ല എന്ന ആ ഒരു വാചകം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുന്നിലെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഓരോ ആഴ്ചകളിലും തിന്മകൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും ആ അവസരങ്ങൾ നമ്മൾ മാറ്റിവെച്ചു, നമ്മൾ ഒഴിവാക്കി. കാരണം ഞാൻ നോമ്പുകാരനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇനി എങ്ങോട്ട് നോമ്പുകാരനാണെന്ന ചിന്തയല്ല, ഞാൻ നോമ്പെടുത്തുകൊണ്ട് തഖ്വ കൈവരിച്ച മുത്തഖിയാണ്, ഇനി ഞാൻ ഒരിക്കലും ഞാനത് ചെയ്യൂല, ഇനി ഞാൻ ഒരിക്കലും ഞാനത് തുടർത്തിക്കൊണ്ടുപോകുകയില്ല, ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു, ഞാൻ നിർത്തിയിരിക്കുന്നു എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിലെ ഓരോ തെറ്റുകളുടെ വിഷയത്തിലും നമ്മൾ പറയേണ്ടതുണ്ട്. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ള ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ. അതിൽ ഒന്നാമത്തെ വിഷയം, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. എന്നാൽ ഇനി നമ്മുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ നിർവഹിക്കേണ്ടത് നിരന്തരമായ പ്രാർത്ഥനയാണ്, സ്വീകരിക്കാനുള്ള പ്രാർത്ഥന. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. രണ്ട് പ്രവാചകന്മാരുടെ ചരിത്രം, ഒരു വാപ്പയുടെയും മകന്റെയും ചരിത്രം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ വാപ്പയും മകനും കൂടി കഅബ നിർമ്മിക്കുകയാണ്. കഅബ നിർമ്മിച്ചതിന് ശേഷം അവർ മാറി നിന്നുകൊണ്ട് പരസ്പരം അവർ ആനന്ദിക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ ഏറ്റുപറയുകയാണ്, നിരന്തരമായി പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ, ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ. കാരണം അല്ലാഹു സ്വീകരിച്ചാൽ മാത്രമാണ് നമുക്ക് പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുക. 29 ദിവസങ്ങളിൽ നോമ്പെടുത്തു, അല്ലാഹു സ്വീകരിച്ചു.
സ്വീകരിച്ചാൽ മാത്രമാണ് നമുക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്നു, റബ്ബെ നിർവഹിച്ചിട്ടുണ്ട്, 29 ദിവസവും ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്, റബ്ബെ സ്വീകരിക്കണേ നാഥ. ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, റബ്ബെ സ്വീകരിക്കണേ നാഥ. ഞാൻ നന്മകൾ ചെയ്തിട്ടുണ്ട്, റബ്ബെ സ്വീകരിക്കണേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് പറയാൻ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. രണ്ടാമത്തെ വിഷയം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഇബാദത്തുകളും റമദാനിലേക്ക് ചുരുക്കാനുള്ളതല്ല. മറിച്ച് ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ അതിലൊരു തുടർച്ചയുണ്ടാവണം, അത് അവസാനിപ്പിക്കാനല്ല. അതിന്റെ ഒന്നാമത്തെ തുടർച്ചയാണ് നാളെ മുതൽ ആരംഭിക്കുന്ന ഒരു നോമ്പുണ്ട്, ശവ്വാൽ നോമ്പ്. ഒരുപക്ഷെ പല ആളുകളും അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ നിർവഹിച്ചത് ഒരു മാസത്തെ നോമ്പാണെങ്കിൽ 1 വർഷം നോമ്പെടുത്ത പ്രതിഫലം നമുക്ക് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സാമ റമദാൻ ثم أتبعه ستا من شوال كان كصيام الدهر. ആരെങ്കിലും റമദാനിൽ നോമ്പെടുക്കുകയും അതിനുശേഷം തുടർന്ന് വരുന്ന 6 ദിവസങ്ങളിൽ നോമ്പെടുക്കുകയും ചെയ്താൽ كان كصيام الدهر, 1 വർഷം മുഴുവൻ നോമ്പെടുത്ത പ്രതിഫലമാണ് അവർക്കുള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനിയും നമുക്ക് നോമ്പുണ്ട്, ഇനിയും രാത്രി നമസ്കാരങ്ങളുണ്ട്. ഒരുപക്ഷേ ജമാഅത്തായി കൊണ്ടുള്ള തറാവീഹ് ഇല്ല, പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് നമസ്കരിക്കാം, നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഖുർആൻ പാരായണങ്ങൾ നിർവഹിക്കാം. കഴിയുന്ന സമയത്തെല്ലാം നന്മകൾ ചെയ്യാനുള്ള പരിശ്രമം നമ്മളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ ക്ഷമയുടെ മാസമായിരുന്നെങ്കിൽ, വിട്ടുവീഴ്ചയുടെ മാസമാണെങ്കിൽ, ഇനി അങ്ങോട്ടും ആ ക്ഷമയും സഹനവും വിട്ടുവീഴ്ചയും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റമദാനിലായിരുന്നു മക്ക വിജയം നടന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു വിജയം. ആ മക്ക എന്ന് പറയുന്ന പ്രദേശം മുഴുവനായി പ്രവാചകന്റെ കാൽക്കീഴിൽ വന്ന സമയം, ആ സമയത്തതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിച്ച ആളുകൾ അക്കൂട്ടത്തിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയവരുണ്ട്. അങ്ങനെയുള്ള ആളുകളെ എല്ലാം വിളിച്ചുകൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വലിയ ഒരു പ്രഖ്യാപനമുണ്ട്, വലിയ ഒരു പ്രഖ്യാപനം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതത്തിൽപ്പെട്ട ആളുകളോട് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. നമ്മൾ കേട്ടിട്ടുള്ളത് പ്രവാചകൻ എന്ന് പറയുന്ന തീവ്രവാദിയെ കുറിച്ചാണ്, നമ്മൾ അറിഞ്ഞിട്ടുള്ളത് ഖുർആൻ എന്ന് പറയുന്ന തീവ്രവാദ ഗ്രന്ഥത്തെ കുറിച്ചാണ്, നമ്മൾ കേട്ടിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് കോട്ടിമാട്ടിക്കൊണ്ടുള്ള ചില ചരിത്രങ്ങളാണെങ്കിൽ, പ്രവാചകനെ മർദ്ദിച്ച ആളുകളെ പ്രവാചകന്റെ മുന്നിൽ കിട്ടിയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇദ്ഹബൂ അൻതും മുത്തലഖാ, നിങ്ങൾ പോയിക്കോ, നിങ്ങളെല്ലാം സ്വതന്ത്രരാണ്. ആരാണ് അക്കൂട്ടത്തിലുള്ളത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം പിതൃവനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൊലക്ക് കാരണമായ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്ത മകൾ സൈനബ് റളിയല്ലാഹു അൻഹ മരിക്കാൻ കാരണക്കാരായ കാരണങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ജനനത്തോടുകൂടി തന്നെ മരിച്ചു പോകാൻ കാരണക്കാരായ ആളുകൾ അക്കൂട്ടത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കിട്ടിയപ്പോൾ എണ്ണി എണ്ണി പകരം ചോദിക്കാനല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവരുടെ എല്ലാം തലയറുക്കുവാനും അവരുടെ എല്ലാം അംഗവിച്ഛേദനം നടത്തുവാനുമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറിച്ച് വിട്ടുവീഴ്ചയുള്ള ഒരു ജീവിതമാണ് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുടുംബത്തോട് നമ്മൾ ആ ബന്ധം ചേർക്കണം. പലരും നമ്മളോട് എതിർപ്പിലായിരിക്കും, നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കും, എങ്കിലും അവരോട് ബന്ധം ചേർക്കുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ചില കുടുംബക്കാരുണ്ട്, ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നു, പക്ഷേ അവരെന്നോട് ബന്ധം മുറിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറയാണ്, നീ അവരോടുള്ള ബന്ധം ചേർക്കണം, അവരെങ്ങനെയാണെങ്കിലും ശരി, നീ അങ്ങോട്ട് ബന്ധം ചേർക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന മക്കളോടാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കേവലം പെരുന്നാളിന് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുത്താൽ തീരുന്നതല്ല. ഏതെങ്കിലും ഒരു കൈമണി അവരുടെ കയ്യിലേക്ക് കൊടുത്ത് എന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു എന്നല്ല നമ്മൾ പറയേണ്ടത്. മറിച്ച് അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. കാരണം നമ്മുടെ ഉമ്മയും വാപ്പയും നമ്മുടെ സ്വർഗമാണ്. അവർക്ക് നന്മ ചെയ്താൽ നമുക്ക് സ്വർഗമുണ്ട്. അല്ല, അവരെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ, അവരെ പ്രയാസപ്പെടുത്തുകയാണെങ്കിൽ, അവരുടെ കണ്ണ് നിറയുന്ന ഒരു വാക്കെങ്കിലും നമ്മുടെ നാവിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത് ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണെന്നാണ്. മാതാപിതാക്കളെ ഉപദ്രവിക്കൽ എങ്ങനെ?
നമ്മൾ പറയുന്ന ഒരു വാക്കുകൊണ്ട് നമ്മുടെ ഉമ്മാന്റെ കണ്ണ് നിറയുക, നമ്മൾ ചെയ്ത ഒരു കാര്യം കൊണ്ട് നമ്മുടെ വാപ്പാന്റെ കൽബ് പിടയുക എങ്കിൽ അത് മാതാപിതാക്കളെ ഉപദ്രവിക്കലാണെന്നും അത് നരകത്തിലേക്കുള്ള വഴിയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉമ്മയെ ചേർത്തു പിടിക്കാൻ, നമ്മുടെ വാപ്പയുടെ നെറ്റിയിൽ മുത്തം കൊടുക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കറിയുമോ, പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മുൻഗാമികളിൽപ്പെട്ട ഒരാളായിരുന്നു ഇയാസ് ബിൻ മുആവിയ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഒരിക്കൽ വീടിന്റെ പുറത്തിറങ്ങുകയാണ്. അദ്ദേഹം വീടിന്റെ പുറത്തിറങ്ങി. അദ്ദേഹം പുറത്തിറങ്ങിക്കൊണ്ടിങ്ങനെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തിരുന്നു കൊണ്ട് കരയുന്നു. ഒരാൾ ആ വഴി ഇങ്ങനെ പോയി ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഇയാസ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു ആ സമയത്ത് പറയുന്ന ഒരു വാചകമുണ്ട്, കാനലി ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന, എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് തുറക്കപ്പെട്ട 2 വാതിലുകൾ ഉണ്ടായിരുന്നു. ഫൗഗ്ലഖ അഹദുഹുമാ, അതിലൊന്ന് ഇന്ന് രാവിലെ അടക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മി, എന്റെ ഉമ്മ മരിച്ചു, എന്റെ ഉമ്മ മരണപ്പെട്ടു. എനിക്ക് സ്വർഗത്തിലുള്ള ഒരു വാതിലായിരുന്നു അത്, ആ വാതിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കും, നമ്മുടെ ഉമ്മയെ ആ ഒരു നിരക്ക് നമുക്കുള്ള സ്വർഗത്തിന്റെ വാതിലായി കാണാൻ, നമ്മുടെ വാപ്പ സ്വർഗത്തിന്റെ നടുവിലെ വാതിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പെരുന്നാളിലും അല്ലാത്ത സമയത്തും ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളോട് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ മക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് ദീനിന്റെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നവരാണ് യഥാർത്ഥ പിതാവെന്ന നിലക്ക് കൂടി നമ്മളത് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാസികളോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അവന്റെ ജാതി നോക്കിക്കൊണ്ടല്ല, അവന്റെ മതം നോക്കിക്കൊണ്ടല്ല, മറിച്ച് അവനോട് ചേർത്ത് നിർത്തേണ്ട എല്ലാ മേഖലകളും അവനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. എങ്കിൽ ആ അയൽവാസിയുടെ മതം നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ആ അയൽവാസിയുടെ സംഘടന നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ആ അയൽവാസിയുടെ ജാതി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, മറിച്ച് അവൻ അയൽവാസിയാണോ എങ്കിൽ അവനോട് ഉത്തരവാദിത്തമുണ്ട്. നാളെ പരലോകത്ത് ചില അയൽവാസികൾ അവരുടെ അയൽവാസിയുടെ കൈ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു രംഗത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കം മിൻ ജാരിൻ മുതഅല്ലിഖിൻ ബിജാരിഹി, എത്ര അയൽവാസികളാണ് നാളെ പരലോകത്ത് തന്റെ അയൽവാസിയുടെ കൈ പിടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അല്ലാഹുവിനോട് തന്റെ അയൽവാസിയെ ചൂണ്ടിക്കൊണ്ട് പറയും, യാ റബ്ബി സൽ ഹാദാ, റബ്ബേ ചോദിച്ചു നോക്ക്, എന്റെ ഈ അയൽവാസിയോട് ചോദിക്ക്, ലിമ ഉഗ്ലഖ അന്നീ ബാബഹു വമനഅനി ഫളഹു, എന്തുകൊണ്ടാണ് എന്നെ കാണുമ്പോൾ അവനവന്റെ വാതിലടച്ചത്? എന്തുകൊണ്ടാണ് അവന്റെ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞാൻ പട്ടിണി കിടക്കുന്ന അവസ്ഥയിലെത്തിയിട്ട് പോലും തിരിഞ്ഞു നോക്കാത്തത് എന്ന് റബ്ബേ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് നമ്മുടെ അയൽവാസി നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് അള്ളാന്റെ മുന്നിൽ പോയി പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, എന്ത് മറുപടിയുണ്ട് നമുക്ക്? എന്താണ് നമുക്ക് മറുപടി ഉണ്ടാകുക? അതുകൊണ്ട് അയൽവാസികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സമൂഹത്തോട് നമുക്ക് വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹം എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ലഹരികൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ലൈംഗികത ഏറ്റവും അതിന്റെ എല്ലാ സർവ്വസീമകളും ലംഘിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു വിശ്വാസിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. തിന്മ ചെയ്യുന്ന ആളുകളെ നമുക്ക് കൈപിടിക്കേണ്ട അവരാണെങ്കിൽ കൈപിടിച്ചുകൊണ്ട് ആ തെറ്റിൽ നിന്ന് തിരുത്താൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ അവരെ ഗുണദോഷിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങൾക്കറിയുമോ, ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഇസ്ലാമിന്റെ ഓരോ ആശയങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും ഇസ്ലാം തീവ്രവാദമാണ്, ഇപ്പോഴും ഇസ്ലാം ഭീകരവാദമാണ് എന്ന് എത്രയോ തവണ മീഡിയകളിൽ ഇരുന്നുകൊണ്ടും സോഷ്യൽ മീഡിയകളിൽ ഇരുന്നുകൊണ്ടുമൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടും വോയിസ് ഇട്ടുകൊണ്ടും അതുപോലെ തന്നെ റീലുകൾ ഉണ്ടാക്കിക്കൊണ്ടുമൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവരോട് പറയാനുള്ളത്, എന്തുകൊണ്ട് ഇസ്ലാമിനെ ഈ ആളുകൾ വെറുക്കുന്നു എന്ന് ചോദിച്ചാൽ, ലഹരി വിൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിന്റെ അധ്യാപനം പ്രയാസകരമാക്കും. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മുസ്കിരിൻ ഹറാം, തീർച്ചയായും ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ്, അത് നരകത്തിലേക്കുള്ളതാണെന്ന് പറയുമ്പോൾ ലഹരി വിൽപ്പനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം തീവ്രവാദമാകും. ഒരു പെണ്ണിന്റെ ശരീരം കാണിച്ചുകൊണ്ട് അതിലൂടെ പണമുണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെണ്ണിന്റെ ശരീരം അങ്ങനെ കച്ചവട ചരക്കാക്കാൻ പാടില്ല എന്നും അവൾ പരമാവധി അത് മറച്ചു വെക്കണമെന്നും തന്റെ ഭർത്താവിന്റെ മുന്നിൽ മാത്രമാണ് അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ഇസ്ലാം അവർക്ക് പ്രയാസകരമായി മാറും. അതുപോലെ തന്നെ പലിശയുമായി കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് പലിശ ഒരിക്കലും വാങ്ങാനോ കൊടുക്കാനോ അതിന് സാക്ഷി നിൽക്കാനോ
പാടാനോ പാടില്ല എന്ന പ്രവാചകന്റെ അധ്യാപനങ്ങൾ അവർക്ക് പ്രയാസകരമാകുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ മതത്തിനെ തെറ്റിദ്ധരിച്ചവരോട് പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളൊന്ന് പരിശോധിക്കണം, നമ്മളൊന്ന് വായിക്കാൻ സന്നദ്ധമാവണം. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഒരാവർത്തി നമ്മുടെ മൊബൈലിൽ നമുക്ക് കിട്ടും, നമ്മുടെ മൊബൈലിൽ കിട്ടും. ആരും അറിയാതെ തന്നെ നമുക്ക് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് വായിക്കാം. എവിടെയാണ് ഖുർആനിന്റെ ഏതൊരു അധ്യാപനമാണ് മറ്റൊരു തന്റെ കഴുത്തിലേക്ക് കത്തിയിറക്കണമെന്ന് പറയുന്നത്? എവിടെയും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും യുദ്ധ സാഹചര്യത്തിൽ പറഞ്ഞത് അടർത്തിയെടുത്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവരോടാണ്. മറിച്ച് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഖുർആനിന്റെ ആയത്തുകൾ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ പരസ്പര സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, സാഹോദര്യത്തിന്റെ മര്യാദകളാണ് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെല്ലാം പറയുമ്പോൾ തന്നെ, നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ, ഒന്നിതുപോലെ ഇരിക്കാൻ കഴിയാതെ, അല്ലാഹു അക്ബർ എന്ന തക്ബീർ ധ്വനി ഒന്നുച്ചത്തിൽ പറയാൻ കഴിയാത്ത എത്രയോ ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതൊരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, അവർക്ക് വേണ്ടി നമുക്ക് നൽകാനുള്ളത് ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. നിരന്തരമായ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി നമ്മൾ നിർവഹിക്കണം. പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ഇസ്സത്തുള്ള ഒരു ജീവിതം അല്ലാഹു അത്തരത്തിലുള്ള സഹോദരങ്ങൾക്ക് നൽകുമാറാവട്ടെ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ആ ഇസ്സത്ത് നൽകുക? ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖിലാഫത്ത് നൽകുക? ആർക്കാണ് അല്ലാഹുവിന്റെ അധികാരം നൽകുക എന്നുള്ള ആ വാചകം കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറഞ്ഞതുപോലുള്ള ജീവിതമായിരിക്കണം, അല്ലാഹു പറഞ്ഞതുപോലെ ആയിരിക്കണം. ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലും അല്ലാഹു അല്ലാത്ത ഒരാളും എന്നെ സംരക്ഷിക്കാനില്ല. എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണെങ്കിൽ, എന്നെ സംവിധാനിച്ചത് അല്ലാഹുവാണെങ്കിൽ, ആ റബ്ബിനോടാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനവും അങ്ങനെ തന്നെയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ആ ഒരു വാചകം കേൾക്കുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം, അല്ലയോ മുസ്ലിമീങ്ങളെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് മുസ്ലിമാണെങ്കിലും ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും മതമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും എല്ലാവരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച ആ ഒരു രക്ഷിതാവിനെ, നമ്മെ, എന്റെ വാപ്പനെ, വാപ്പാന്റെ വാപ്പനെ, വാപ്പാന്റെ വാപ്പാന്റെ വാപ്പനെ, ഇങ്ങനെ ഏതെല്ലാം തലമുറകളുണ്ടോ ആ തലമുറകളെല്ലാം കഴിഞ്ഞു പോയാലും അതിനപ്പുറത്ത് ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് വർഗീയതയുള്ളത്? നമ്മളെ സൃഷ്ടിച്ചവനെ ആരാധിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയവനെയല്ല, നമ്മൾ വരച്ചുണ്ടാക്കിയവനെയല്ല, മറിച്ച് ആരാണോ ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, ആരാണോ ഇത് സംവിധാനിച്ചിട്ടുള്ളത്, അവനെ ആരാധിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മുസ്ലിം ആദ്യം വരണം. അല്ല, എല്ലാ മനുഷ്യരും കടന്നു വരണം. കാരണം അവിടെയാണ് യഥാർത്ഥ വിശ്വാസമുള്ളത്, അവിടെയാണ് സ്വർഗപ്രവേശനമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി നന്മകളിലൂടെ നീങ്ങാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. ഈ പെരുന്നാൾ പരസ്പരമുള്ള സാഹോദര്യത്തിന്റെ പെരുന്നാളാക്കി മാറ്റുന്നതോടൊപ്പം നമ്മുടെ പരിചയത്തിലുള്ള ഇതര മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ കൂടി അവരെയും ചേർത്ത് നിർത്തുവാനും, അവരെയും പരിഗണിക്കുവാനും, അവരെയും നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാനും, അതുപോലെ തന്നെ അവരോടുള്ള സൗഹാർദ്ദങ്ങൾ കാത്തുസൂക്ഷിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവിടെ പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും
ആത്മമിത്രമാകട്ടെ. ജമീൽ, ദ സോൾമേറ്റ്. Peace Radio. Tune to reality.